കുറച്ച് നാളുകൾ മുമ്പ് തലാലിന്റെ സഹോദരൻ രംഗത്ത് വന്നിരുന്നു. അതായത് ഈ സാമുൽ ജെറോം എന്ന് പറയുന്ന മനുഷ്യാവകാശ പ്രവർത്തനമുണ്ട് യമനിൽ. ഇയാളായിരുന്നു നിമിഷപ്രിയയുടെ മോചനവുമായിട്ട് അവിടെ പ്രവർത്തിച്ചിരുന്നത്. അദ്ദേഹം ഒരു കള്ളനാണെന്ന് തലാലിന്റെ സഹോദരൻ പറഞ്ഞു. ഏതാണ്ട് $50,000 പിരിച്ചെടുത്തിട്ടുണ്ട്, ഇത്തരത്തിൽ പണപ്പിരിവ് നടത്തുന്നുണ്ട്, ഇതൊന്നും അവിടെ എത്തിയിട്ടില്ല എന്ന് തലാലിന്റെ സഹോദരൻ തന്നെ വെളിപ്പെടുത്തിയതാണ്. അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെ ഒരുപാട് പണപ്പിരിവുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ എന്ന് പറയുന്ന ഒരു ബോഡി ഉണ്ടല്ലോ, അവർ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. അവർ കേസ് കൊടുത്തിരിക്കുകയാണ്, മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്തിരിക്കുകയാണെന്നൊക്കെ കേൾക്കുന്നത്. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? തീർച്ചയായും നിമിഷപ്രിയ വിഷയത്തിൽ താൻ ഇതുവരെ ലക്ഷങ്ങൾ ചെലവാക്കി പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ നിന്നും തുക നൽകണം, അല്ലെങ്കിൽ തൻ്റെ FCRA അക്കൗണ്ട് പുനഃസ്ഥാപിക്കണം എന്ന പോസ്റ്റുമായി പാസ്റ്റർ KA പോൾ രംഗത്ത് വന്നു. അതോടൊപ്പം തന്നെ നിമിഷപ്രിയയുടെ പേരിൽ ഇപ്പോൾ വിജയ് സൂചിപ്പിച്ചതുപോലെ വ്യാജ പണപ്പിരിവിനെതിരെ ആക്ഷൻ കൗൺസിൽ മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. ഏതായാലും നിമിഷപ്രിയയുടെ മോചനം ഏറെക്കുറെ വൈകുമെന്നുള്ളതാണ് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നത്. വൈകുമെന്ന് മാത്രമല്ല, അത് അനിശ്ചിതത്വം തുടരുകയാണ്. എന്താകും സംഭവിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം അവരുടെ സഹോദരനും തലാലിൻ്റെ കുടുംബമൊന്നും ഇവരെ രക്ഷപ്പെടുത്തുന്നതിന് താല്പര്യമില്ലാത്ത മട്ടിലാണ് അവരുടെ രീതികൾ. അപ്പോൾ യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് വീണ്ടും സോഷ്യൽ മീഡിയ പോസ്റ്റുമായിട്ടാണ് ഇവാഞ്ചലിസ്റ്റും ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് സ്ഥാപനമായ KA പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് തുക നൽകണമെന്ന് KA പോൾ ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ തൻ്റെ FCRA അക്കൗണ്ട് പുനഃസ്ഥാപിക്കണം. നിമിഷപ്രിയ വിഷയത്തിൽ ലക്ഷങ്ങൾ താൻ ഇതുവരെ ചെലവാക്കി, പുതിയൊരു അക്കൗണ്ട് വിദേശകാര്യ മന്ത്രാലയം നൽകുന്നത് കാത്തിരിക്കുകയാണെന്നും പോൾ പറഞ്ഞു. നേരത്തെ പണം ആവശ്യപ്പെട്ടുള്ള പോസ്റ്റ് തള്ളി വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും പോസ്റ്റുമായി KA പോൾ എത്തുന്നത്. നിമിഷപ്രിയയുടെ മോചനത്തിന് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പേരിൽ ബാങ്ക് അക്കൗണ്ട് പങ്കുവച്ചായിരുന്നു 8.3 കോടി രൂപ ആവശ്യമുണ്ടെന്ന KA പോളിൻ്റെ പ്രചാരണം. അതോടൊപ്പം തന്നെ പ്രചാരണം വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കുകയായിരുന്നു. നിമിഷപ്രിയ കേസിൽ അമ്പരപ്പിക്കുന്ന നീക്കങ്ങളും പ്രഖ്യാപനങ്ങളും നടത്തിയ ആളാണ് KA പോൾ. തൻ്റെ ഇടപെടലിൻ്റെ ഫലമായി നിമിഷപ്രിയ ഉടനെ മോചിതയാകുമെന്നും ആദ്യം പ്രഖ്യാപിച്ച ആളാണ് KA പോൾ. പിന്നാലെയാണ് ഇപ്പോൾ മോചനത്തിന് 8.3 കോടി രൂപ ആവശ്യമുണ്ടെന്ന് കാട്ടിയുള്ള പോസ്റ്റ് X പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്തത്. അപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പേരിലുള്ളതെന്ന് കാട്ടി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഷെയർ ചെയ്തു. പോസ്റ്റ് വന്ന ഉടനെ ആധികാരികതയിൽ സംശയം ഉയർന്നിരുന്നു. പിന്നാലെയാണ് വിദേശകാര്യ മന്ത്രാലയം തന്നെ ഇക്കാര്യം നിഷേധിച്ച് X പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ഇട്ടത്. അവകാശവാദം വ്യാജമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പേ ആൻഡ് അക്കൗണ്ട് ഓഫീസറുടെ അക്കൗണ്ട് വിവരങ്ങൾ KA പോളിന് എങ്ങനെ കിട്ടി എന്നതാണ് ചോദ്യം. അപ്പോൾ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമിയും മകളും നേരത്തെ ഒമാനിൽ KA പോളിന് സമീപത്തെത്തുകയും ഇവർക്കൊപ്പമുള്ള വീഡിയോകൾ KA പോൾ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതേസമയം KA പോളിൻ്റെ അവകാശവാദങ്ങൾ ശരിയായിരുന്നുവെങ്കിൽ നിമിഷപ്രിയയെ ഇതിനകം മോചിതയായതിനെ. പക്ഷേ ആ KA പോൾ ഇതിന് പിന്നിൽ കളിക്കുന്നുണ്ടോ എന്നുള്ള സംശയവും നിലനിൽക്കുന്നുണ്ട്. ഇതിനിടെ വ്യാജ പണപ്പിരിവ് നടത്തുന്ന സംഭവത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ രംഗത്ത് വന്നിട്ടുണ്ട്. നിമിഷപ്രിയയുടെ പേരിൽ പിരിവ് നടത്തുന്ന KA പോളിനെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യം. ആക്ഷൻ കൗൺസിൽ അംഗവും സുപ്രീം കോടതി അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനാണ് പരാതി നൽകിയത്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലേക്ക് പണം നൽകണമെന്നായിരുന്നു KA പോളിന്റെ ആവശ്യം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ളവരുടെ ഇടപെടലിനെ തുടർന്ന് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചിരുന്നു. അതിനു പിന്നാലെ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ 2 തട്ടിലായി. നിമിഷപ്രിയ വിഷയത്തിൽ ഏറെ ഉയർന്നു കേട്ട സാമുവൽ ജെറോമിനെതിരെയും വ്യാപക വിമർശനം ഉയർന്നു. നിമിഷപ്രിയയ്ക്കായി പിരിച്ചു നൽകിയ $40,000 സാമുവൽ ജെറോം എന്ത് ചെയ്തുവെന്ന ചോദ്യവുമായി ആക്ഷൻ കൗൺസിലിലെ ഒരു വിഭാഗം അംഗങ്ങൾ രംഗത്തെത്തിയിരുന്നു. പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ നിമിഷപ്രിയ 2017 മുതൽ യമൻ പൗരനായ തലാൽ അബ്ദു മഹദിയെ കൊലപ്പെടുത്തിയ കേസിൽ യമനിലെ ജയിലിലാണ്. അപ്പോൾ തലാലിന്റെ കുടുംബത്തെ കണ്ട് മോചനത്തിനായി നിമിഷപ്രിയയുടെ കുടുംബം ശ്രമിച്ചെങ്കിലും അനുകൂല തീരുമാനം ഉണ്ടായിട്ടില്ല. വധശിക്ഷ റദ്ദാക്കിയതിന് പിന്നാലെ നിമിഷപ്രിയയുടെ വധശിക്ഷ എത്രയും വേഗം നടപ്പിലാക്കണമെന്ന ആവശ്യവുമായി തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദി രംഗത്തെത്തിയിരുന്നു. വധശിക്ഷയ്ക്ക് പുതിയ തീയതി നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ട് അറ്റോർണി ജനറലിനെ കണ്ടതായി മഹദി സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചിരുന്നു. ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചയ്ക്കും തയ്യാറല്ല, ദിയാദനം സ്വീകരിക്കില്ലെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും നിമിഷപ്രിയ വിഷയത്തിൽ ഇനി അങ്ങോട്ടുള്ള ദിനങ്ങൾ കടുത്തു തന്നെയായിരിക്കും. കാരണം നിമിഷപ്രിയയ്ക്ക് മോചനം സാധ്യമാകുന്ന വിധത്തിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത്. അതോടൊപ്പം തന്നെ കാന്തപുരത്തിൻ്റെ ഇടപെടലും കേന്ദ്ര സർക്കാരും അക്കാര്യത്തിൽ എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളതായിട്ടാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ പണപ്പിരിവും ഇത് മിസ്യൂസ് ചെയ്യുന്നവരുടെ എണ്ണം കൂടി വരുന്നൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും ഈ നിമിഷപ്രിയയുടെ വിഷയത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം കാണുമെന്ന് തോന്നുന്നില്ല. എന്താണ് തോന്നുന്നത്? ഇല്ല, ഈ കാന്തപുരം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, അതായത് എനിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം സാധിക്കാവുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു, ഇനി ബാക്കി കേന്ദ്ര സർക്കാരിന്റെ കയ്യിലാണ്. ഈ പറയുന്ന ഓരോ നീക്കങ്ങളും അതാത് ദിവസങ്ങളിൽ
കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടാണ് ഇവിടെ നീക്കങ്ങൾ നടത്തിയിരുന്നത് കാന്തപുരം പറഞ്ഞിരുന്നു. ഇനി അതായത് വധശിക്ഷ റദ്ദാക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ ഇനി മോചനത്തിനായിട്ടുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ തന്നെ ചെയ്യണമെന്ന് പറയുന്നു. അപ്പൊ അവിടെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എംബസി ഇല്ലാത്ത ഒരു രാജ്യമാണ് യമൻ എന്ന് പറയുന്നത്. ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. അവിടെ ഈ യുദ്ധം 2015 യമൻ സിവിൽ വാർ തുടങ്ങിയതിനു ശേഷം അവിടെ ഈ എംബസി പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ നമ്മൾ അവിടെ ബന്ധപ്പെടുന്നത് എങ്ങനെയാണ്? സൗദി അറേബ്യ പോലുള്ള അയൽ രാജ്യങ്ങൾ വഴിയാണ് അവിടെ ഒരു നെഗോഷിയേഷന് സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു നയതന്ത്രപരമായ ഇടപെടൽ രാജ്യത്തിന് സാധ്യമല്ലാത്തത് കൊണ്ടാണ് ഒരു മതപരമായ നയതന്ത്രം, അത് റിലീജിയസ് ഡിപ്ലോമസി എന്നുള്ള ഒരു ആശയത്തിൽ കാന്തപുരം അവിടെ ഇടപെട്ടത്. കാരണം അത്തരത്തിൽ ഉള്ള ഒരു രാജ്യമാണത്. പിന്നെ ഈ തലാലിന്റെ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഈ സൗദി അറേബ്യ പോലെ ഒരു ശരീഅത്ത് നിയമം അത്തരത്തിലുള്ള ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമല്ല. നിയമ സാധ്യതകൾ അങ്ങനെ ഒരു ഭരണകൂടവുമല്ല അവിടെ ഭരിക്കുന്നത്. അവിടെ ഈ ഹൂത്തി ഭരണകൂടമാണ് ഇപ്പോൾ അവിടെ കയ്യേറിയിരിക്കുന്നത്. അവിടെ പല പ്രവിശ്യകൾ പലരുടെ കയ്യിലാണ്. അപ്പോൾ ഈ പറയുന്ന ഈ സന എന്ന പ്രദേശത്താണ് ഈ ജയിൽ. അവിടെ വെച്ചാണ് നിമിഷപ്രിയ പിടിക്കപ്പെട്ടത്. അവിടെ ഈ ഹൂത്തികളാണ് ഇപ്പോൾ ഭരണം കൈയാളിയിരിക്കുന്നത്. അവരുടെ നിയമമാണ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഒരു ട്രൈബ് പോലെയാണ്, ഒരു ഗോത്രം പോലെയാണ്. ഈ തലാലും ആ ഒരു ഗോത്രത്തിൽപ്പെട്ട ഒരു ആണ്. അപ്പോൾ അവർക്ക് അത്തരത്തിൽ ഒരു വൈകാരികമായ ഒരു നമ്മളിപ്പോൾ ഈ ഷാരോണിന്റെ കേസ് എന്നൊക്കെ പറയുന്ന പോലെ മലയാളികൾ വൈകാരികമായി എടുത്തൊരു കേസാണല്ലോ. അതുപോലെ ഒരു വൈകാരികമായാണ് അവർ എടുത്തിരിക്കുന്നത്. അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അതായത് ഒരു ഇടപെടൽ നടത്തുമ്പോൾ എത്രത്തോളം ആഴത്തിൽ നടത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമുണ്ട്. അവിടെയാണ് യാതൊരു ഇടപെടലും നടത്താതെ ഇത്തരത്തിൽ മലയാളികളെ എന്താ പറയുക പറ്റിച്ചുകൊണ്ട് ഇതിനെയും ഒരു എന്താ പറയുക അവസരമാക്കി, പണം സമ്പാദിക്കാനായിട്ടുള്ള അവസരമാക്കി അതിനെ ഉപയോഗിച്ച ചില ആളുകളുടെ പേരുകൾ നമ്മൾ കേൾക്കുന്നത്. സാമുവൽ ജെറോമിനെ പറ്റി പറഞ്ഞത് തലാലിന്റെ സഹോദരൻ തന്നെയാണ്, അബ്ദുൽ മെഹദി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ പറയുന്ന അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ച ദിവസം, കോടതി വിധിച്ച ദിവസം ഈ സാമുവൽ ജെറോം തലാലിന്റെ സഹോദരനെ കണ്ടിരുന്നു. എന്നിട്ട് കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ മറുവശമാണ് നമ്മൾ അവിടെ കാണുന്നത്. ഇവിടെ വന്നിട്ട് എന്താണ് പറയുന്നത്? അപ്പൊ ഇത് തലാലിന്റെ സഹോദരൻ തന്നെയാണ് പറയുന്നത്. എന്നിട്ട് പറഞ്ഞു ഇദ്ദേഹം ഇതൊന്നും അറിയുന്നില്ല, മലയാളത്തിലല്ലേ വാർത്തകൾ വരുന്നത്. അങ്ങനെ ഒരു ദിവസം ഇവിടെ തലാലിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും ഇവിടെ വാർത്തകളും ഒക്കെ വന്നപ്പോൾ ഇത് ചില മലയാളികൾക്ക് ഒരു സ്വഭാവമുണ്ട്, അറിയാലോ. ഇത്തരത്തിൽ ഇയാളുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ കണ്ടുപിടിച്ച് അവിടെ പോയി പൊങ്കാല ഇടുക എന്നുള്ളൊരു സ്വഭാവം. അപ്പൊ തലാലിന്റെ സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോയി ഇതുപോലെ കമന്റ് ഇടാൻ തുടങ്ങി. അറബിയിൽ മലയാളത്തിൽ ഇട്ടാൽ മനസ്സിലാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ ഇട്ടിട്ട് അറബിയാക്കി അതവിടെ ഇട്ട് കൊടുത്തു. തലാലിനെ മോശമാക്കി ചിത്രീകരിച്ചു. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം വാർത്തകളിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പൊ അദ്ദേഹം അവിടെയും ട്രാൻസ്ലേറ്റ് ഉണ്ടല്ലോ, ഗൂഗിൾ ട്രാൻസ്ലേറ്റ് അവിടെയും ഉണ്ടല്ലോ. അങ്ങനെ അദ്ദേഹം ഇവിടെ മനസ്സിലാക്കി ഇവിടെ തലാലിനെയാണ് വലിയ രീതിയിൽ മോശമായി ചിത്രീകരിക്കുന്നത്. നിമിഷപ്രിയ ഇവിടെ ഒരു എന്താ പറയാ ഒരു ദേവത അല്ലെങ്കിൽ ഒരു മാലാഖയായിട്ടാണ് ഇവിടെ. അപ്പൊ അദ്ദേഹം അങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അപ്പൊ ആദ്യം പറഞ്ഞൊരു കാര്യം, നിമിഷപ്രിയ നിങ്ങൾ കരുതുന്ന പോലെ ഒരു മാലാഖയല്ല, നിമിഷപ്രിയ ഒരു സൈക്കോപാത്താണ്. ഇത് ആവർത്തിച്ച് തലാലിന്റെ കുടുംബം പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഈ ഒന്നാമത് കാര്യത്തിൽ ഈ കേസിൽ വളരെ വ്യക്തത കുറവുണ്ട്. വളരെ വ്യക്തത കുറവുള്ളൊരു കേസാണ്. നിമിഷപ്രിയ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് 2020 മനോരമയിൽ ഒരു ഓൺലൈൻ ഇന്റർവ്യൂവിൽ നിമിഷപ്രിയ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് കണക്ട് ചെയ്തൊരു ഓൺലൈൻ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. നമ്മളിവിടെ ഈ ഹൂത്തികൾ ഭരിക്കുന്ന ഭരണകൂടമാണ്, അവിടെ സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ പറയുമ്പോഴും അവര് നിമിഷപ്രിയയ്ക്ക് നിയമസാധ്യത തേടാനും നാട്ടിലേക്ക് വിളിച്ച് ഇത്തരത്തിലൊരു ഓൺലൈൻ ഇന്റർവ്യൂ ഇവിടുത്തെ ഒരു മാധ്യമം അതൊക്കെ അവര് അതിന് സജ്ജീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ പറയുന്ന പണപ്പിരിവ് നടത്തുന്നവന്മാരെ ഇതിനകത്തുണ്ടെങ്കിൽ അവർ പിടിക്കപ്പെടണം, അവർ ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് ഇതിന് ഒരു അന്തിമ ഫലമായിട്ട് വരേണ്ടത്.